ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണം വിചാരിക്കുന്നു. ഞാനും സുഖമായി അടിപൊളിയായിട്ടിരിക്കുന്നു. ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. 3.5 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് പോണേണ്. 3.5 വർഷം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലും സന്തോഷത്തിലേക്കാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് വീഡിയോ ഇൻട്രോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ ഒന്നും നടന്നില്ല, തിരക്കായിരുന്നു. പിന്നെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്നപ്പോൾ ഞാനും ഇതേ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പോകുമ്പോൾ ഒരു ട്രോഫിയും കൂടി ഉണ്ട് കയ്യിൽ. ഇഗു ഹായ് പറഞ്ഞേ. ഇഗു സേ ഹായ്. ഹായ് ഹായ് പറഞ്ഞേ. ഹായ് ഹായ്. അപ്പോൾ ഫാമിലി എല്ലാവരെയും കാണാം, കസിൻസിനെ കാണാം. ആ ഒരു എക്സൈറ്റ്മെൻറ്റിലൊക്കെയാണ്. ഞങ്ങളുടെ ചെക്കിങ്ങും ബോർഡിംഗ് പാസ്സൊക്കെ എല്ലാം കിട്ടി, എല്ലാം കഴിഞ്ഞു. ചെക്കിൻ ചെയ്യണതും ബോർഡിംഗ് പാസിൻ്റെയൊക്കെ വീഡിയോ ചെറിയൊരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് ഡ്യൂട്ടി ഫ്രീയിലൊന്ന് കയറിയതാണ്. ഡ്യൂട്ടി ഫ്രീയിൽ നിന്ന് 2 ബോട്ടിൽ വാങ്ങിച്ചിട്ട് അങ്ങ് ഇറങ്ങി. ഇപ്പോൾ ഗേറ്റ് നമ്പർ 2 പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് 8:50 ഫ്ലൈറ്റ്. അപ്പോൾ 7:50 ആകുമ്പോഴേക്കും അവിടെ ചെല്ലണം. അപ്പോൾ ഇപ്പം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കണേണ്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോണേണ്. Oh. 22 ആയിട്ടുള്ള അങ്ങോട്ട് വയ്ക്കും. الأشياء استثناء لدرجة إنشاء الأعمال في حالة وتوقيت الإنشاء والشرط حول الخسارة
ഞങ്ങൾ പോയ ഫ്ലൈറ്റ് ഒമാൻ എയർ ആയിരുന്നു. നല്ല അടിപൊളി സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങൾ അവിടെ കയറി ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നൈറ്റ് ഫുഡ് അവർ സെർവ് ചെയ്തായിരുന്നു. ചിക്കൻ ബിരിയാണി ആയിരുന്നു, നല്ല ഹൈദരാബാദി സ്പെഷ്യൽ, നല്ല അടിപൊളി ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനിപ്പോൾ തന്നെ കൂടാണ്ട് മാംഗോ പുഡിങ്ങും പിന്നെ ഒരു ബണ്ണും ബട്ടറും പിന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീഡിയോ എടുത്തിരുന്നു, പക്ഷേ എൻ്റെ ഇന്ന് ഡിലീറ്റ് ആയി പോയി. പിന്നെ ഒമാൻ കണക്റ്റഡ് ഫ്ലൈറ്റ് ആയിരുന്നു. ഒമാനിൽ ഇറങ്ങാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഒരു കപ്പ് കേക്കും പിന്നെ കോഫിയും പിന്നെ ഡ്രിങ്ക്സ് എല്ലാം കിട്ടിയായിരുന്നു കേട്ടോ. 2 ഓപ്ഷനാണ് നമുക്ക് വന്നത്, വെജും നോൺ വെജും. അതിൽ വെജും അടിപൊളിയായിരുന്നു, പാസ്ത ആയിരുന്നു കിട്ടി വെച്ചത്, അതും അടിപൊളിയായിരുന്നു. Not permitted on board. Please switch off or select flight mode on your mobile phone and all other electronic devices. Additionally, please ensure that laptops are stored away from landing. അങ്ങനെ ഞങ്ങൾ സേഫായിട്ട് മസ്കറ്റിലൊന്ന് ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് 7:25 ബോർഡിങ് കൊച്ചിയിലേക്ക്. പിന്നെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണേണ്. അങ്ങനെ രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഒമാനിലെത്തി. കണക്റ്റഡ് ഫ്ലൈറ്റ് ആയിരുന്നു, ലണ്ടൻ ടു ഒമാൻ, ഒമാൻ ടു കൊച്ചി ആയിരുന്നു. ഞങ്ങൾക്ക് അവിടെ 1 hour ആയിരുന്നു ലേ ഓവർ. നടക്കാൻ അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല വലിയൊരു എയർപോർട്ട് തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾക്കൊന്ന് ഹേഗിൻ്റെ ഡയപ്പറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണമായിരുന്നു, പിന്നെ ഒന്ന് വാഷ്റൂമിലൊക്കെ പോകണമായിരുന്നു. അപ്പോൾ അതാണ് അതെല്ലാം ചെയ്ത് നേരെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോയി. അപ്പോഴേക്കും തന്നെ നെക്സ്റ്റ് ഫ്ലൈറ്റ് കയറാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. ഈ ഫ്ലൈറ്റിൽ ഞങ്ങൾ കയറാൻ വേണ്ടി പോയാണ്. ക്യാപ്റ്റൻ കോപ്പി ഇട്ടിരിക്കുകയാണ്. ഇന്റർനാഷണൽ അല്ലേ? I know the thing that's in the middle, and it's Leave your baggage behind. The use of radio receivers and transmitters is not permitted during the flight.
രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് 2 ഓപ്ഷൻ ആയിരുന്നു, വെജും നോൺ വെജും. ഞാൻ വെജാണ് പ്രിഫർ ചെയ്തത്. ഉപ്മാവും സാമ്പാറും ആയിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഫ്രൂട്ട്സും പിന്നെ നമുക്ക് ബണ്ണും ബട്ടറും. ഈ സെയിം ഇത് തന്നെയായിരുന്നു നമുക്ക് ഫസ്റ്റ് ലണ്ടൻ ടു ഒമാൻ കയറിയ ഫ്ലൈറ്റിലും. പിന്നെ ചിക്കൻ ബിരിയാണി ആയിരുന്നു ഇവിടെ, ഉപ്മാവും സാമ്പാറും രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. നോൺ വെജായിട്ട് വന്നത് എഗ്ഗായിരുന്നു. ഞാൻ എഗ്ഗ് പൊതുവേ കഴിക്കാറില്ല ഫ്ലൈറ്റിൽ പോകുമ്പോഴേക്കും, കാരണം ഞാൻ വൊമിറ്റ് ചെയ്യും. അതുകൊണ്ട് ഞാനത് പ്രിഫർ ചെയ്തില്ല. ഉപ്മാവും സാമ്പാറും നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. നമ്മുടെ പെട്ടിയുണ്ടാവും വന്നത്. ഗൈസ്, അപ്പം അങ്ങനെ സേഫായിട്ട് ഞങ്ങൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. ലഗേജൊക്കെ കളക്ട് ചെയ്ത് പിന്നെ പുറത്തേക്ക് പോകാൻ വേണ്ടി പോണെയാണ്. അവിടെ എൻ്റെ അനിയനും ചേട്ടനൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സോ എക്സൈറ്റഡ് ആണ് കാണാൻ വേണ്ടിയിട്ട്. ജഗമേ പുഞ്ചിരിതൻ പാൽമഴതാ നാൾ വഴിയേ നാമഴയേ ഉയലിടാൻ കാട്ടലതാ സായുജ്യമായും ഇതാ ഈ ഭൂമി പാടുന്നേ താരാട്ടും പാടും നീളമാ. അങ്ങനെ ഫൈനലി എൻ്റെ ആൾക്കാരെ മീറ്റ് ചെയ്ത്. ഇതാണ് ശ്രേയ. സഞ്ജയുടെ ഒരു ഹായ് പറഞ്ഞേ, രാവിലെ ഒരു ഹായ് പറയും. ഏഗു എവിടെയാണിത്? എന്റെ ദൈവമേ. കുറച്ച് സെറ്റ് ആവൂടി. നമ്മളിപ്പോ അങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ. അമ്മൂനെ കൊച്ചി കിട്ടിയ കൊച്ചി കിട്ടി. ഭയങ്കര ചൂട് ഒന്നും പറയാൻ പറ്റുള്ളൂ. ഭയങ്കര നമ്മള് 3 കൊല്ലം വേണ്ടി പോയപ്പോഴത്തേക്ക് ഇങ്ങനെ അറിയില്ല. ഇപ്പൊ തടിയൊക്കെ വെച്ച് അത് നിങ്ങൾക്ക് ഇപ്പൊ കുഴിമന്തി മേടിച്ചു കൊടുക്കാൻ വന്നിട്ടാ. ഞാനാണെങ്കിൽ വന്നപ്പോ ഇതില്ലേ സ്കൂളുണ്ട്. പുതിയതായിട്ട് അവിടെ നിന്ന് നഖമൊക്കെ വെച്ചിട്ട് വന്നിട്ട് ഷോ കാണിക്കുന്ന പട്ടി ഷോ അടിപൊളി ഫുഡ്. ഒമാനിൽ അങ്ങനെ രാത്രി കഴിക്കുന്നപ്പോഴേ ചിക്കൻ ബിരിയാണി, അത് നല്ല ഹൈദരാബാദി സ്പെഷ്യൽ ബിരിയാണി അതിന്റെ പേര് തന്നെ. അതിനൊപ്പം ബ്രെഡും ബട്ടറും, ബണ്ണും ബട്ടറും, പിന്നെ ഒരു മാംഗോ നിർത്തണം. മാംഗോ മറ്റേ ഇതില്ലേ എന്താണ് സാധനത്തിന്റെ പേര്? എത്രാമത്തെ ബിരിയാണി റൈസിലാണ് ഫ്ലേവർ ഇഷ്ടപ്പെട്ടതൊക്കെ ചോദിക്കുമ്പോഴേക്കും ഞാൻ ഈ പാട്ടിൽ വന്നിട്ട് നിർത്തിയേക്ക്. അങ്ങനെ 3 കൊല്ലങ്ങൾക്ക് ശേഷം വീടിന്റെ ഓടി വരുമ്പോൾ അതാ കളിക്കുന്ന സൈക്കിളോട്ടുന്ന കുട്ടികൾ. അങ്ങനെ ഫൈനലിൽ അങ്ങ് വീട്ടിലെത്താൻ വേണ്ടി പോവുകയാണ് ഗൈസ്. ചോദിക്കാളെടുത്ത് 3 കൊല്ലം ഇത് നിനക്ക് എന്താണ് തോന്നുന്നത്? നിന്റെ വീട്ടിലേക്ക് എത്താൻ തോറുന്നു, പക്ഷെ എത്താൻ പോകും തോറും പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. അമ്മൂരി കണ്ണിമ പറിക്കേണ്ടി ചോദിക്കും പിള്ളേർ കട്ട ഡാഡ എത്തിയിട്ടുണ്ട്. ഓ പരിഷ്കാരി. അങ്ങനെ 3 കൊല്ലങ്ങൾക്ക് ശേഷം ഇളയ കുഞ്ഞുമായി അമ്മു നിതീഷ്. ഇതാ ഞാനു അവിടെ പൊന്നണ്ടടിയേ. ആ പുന്നാരെ കാണും. അപ്പ ഫൈനലി ഞങ്ങൾ വീട്ടിലെത്തിയേക്കണേണ്. വിശേഷങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.
എല്ലാരും ഒരു ബായ് പറഞ്ഞേ. നിധി ബായ് പറഞ്ഞേ. ഹേഗു ഹേഗു ബായ് പറഞ്ഞേ. ഹേഗു ഡാഡി ഒരു ബായ് പറഞ്ഞേ.